തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗിലുണ്ടായ തീപിടുത്തം ഗുരുതര വീഴ്ചയാണെന്ന് പോലീസ്. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നു എന്നതാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് എല്ലാ ഇങ്ങനെയുള്ള പേ പാർക്ക് സ്റ്റേഷൻസ് എല്ലാവരുടെ കൂടെ ഇപ്പോൾ തന്നെ പോലീസ് അവിടെ സന്ദർശിക്കും. അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി നടത്തും. അത് നമ്മൾ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഭാഗത്തുണ്ടാകും. തീപിടുത്തത്തിൽ 600-ലധികം ബൈക്കുകളാണ് കത്തിനശിച്ചത്. പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി കെ രാജൻ പറഞ്ഞു. നമ്മളെല്ലാവരും കണ്ടതുപോലെ വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ്. ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീയണച്ച് തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പ്രാഥമികമായിട്ട് ഇവർ 600-ലേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിതെന്നും പകുതിയിലേറെ ബൈക്കുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഷീറ്റ് വീണ് കിടക്കുകയാണ്. അടിയന്തരമായി ആ ഷീറ്റ് ഉയർത്തി ഏതെങ്കിലും വിധത്തിലുള്ള കാഷ്വാലിറ്റി ഇനി വാഹനങ്ങൾ തുടർന്ന് കിടക്കുന്നതോ മാറ്റേണ്ടതോ എന്തെങ്കിലും വിധത്തിലുണ്ടോ എന്ന് അടിയന്തരമായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം തീ അണയ്ക്കാൻ ഉപകരണങ്ങൾ പോലും പാർക്കിംഗിൽ ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ കുറ്റപ്പെടുത്തി. റെയിൽവേയുടെ പക്കാനാവസ്ഥ തന്നെയാണ്, പാർക്കിന്റെ പക്കാനാവസ്ഥ തന്നെയാണ് അത്. അവരൊന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് വലിയ ഇത് തന്നെയാണ്. രണ്ടെണ്ണം ചെറിയ വയസ്സ് എക്സ്ക്യൂഷൻ എന്തെങ്കിലും ചെറുത് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിച്ച് അടിച്ചായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു. ഇത്ര വലിയ ഇതിലേക്ക് പോകില്ല. അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സംഭവിച്ചത്. ഇത് അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കത്തി വീണ കണ്ടത്. അത് വരുമ്പോഴത്തേനും പിന്നെ എല്ലാം കത്തിയില്ല. അറ്റത്താണ് കത്തിയത്, ആ സൈഡിൽ അറ്റത്ത്. അവിടെ നിന്ന് കത്തി വരുന്നുള്ളൂ, അപ്പോഴേക്കും എടുക്കായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ലേ. ഇനി പിന്നെ എനിക്ക് വല്ലതും പറ്റാൽ എപ്പോഴും പറയില്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.